ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യത്തെ 2 യൂണിറ്റുകളിൽ നിന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന, പ്രതീക്ഷിക്കാവുന്ന 5, 6, 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയെന്നാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക. നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതിനോടകം തന്നെ ഒരുപാട് വീഡിയോ വന്നിട്ടുണ്ട്, ഇനിയും ഒരുപാട് വീഡിയോകൾ കിട്ടിക്കൊണ്ടിരിക്കും. ആദ്യത്തെ യൂണിറ്റ് ഗ്ലിംപ്സസ് ഓഫ് ഗ്രീൻ. 3 പാഠഭാഗങ്ങളാണ് ആദ്യത്തെ യൂണിറ്റിലുള്ളത്. ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, ദ സ്നേക്ക് ആൻഡ് ദി മിറർ, ലയൺസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഈ 3 പാഠഭാഗങ്ങളിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന 5, 6, 7 മാർക്ക് ചോദ്യങ്ങൾ ഏതൊക്കെ? ഏറ്റവും ആദ്യം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ 3 ചാപ്റ്ററുകളുടെയും റൈറ്റേഴ്സിൻ്റെ പ്രൊഫൈൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? റസ്കിൻ ബോണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ, വില്യം വേർഡ്സ്വർത്ത്. ഈ 3 ആരുടെ വേണമെങ്കിലും പ്രൊഫൈൽ ചോദിക്കാം. അത് ആദ്യമേ ഓർക്കണം. കാരണം പ്രൊഫൈൽ എവിടെ നിന്ന് എങ്ങനെ ചോദിക്കുന്നു ഒരിക്കലും പറയാൻ കഴിയില്ല. ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും പ്രൊഫൈൽ ചോദിക്കാം. ഇനി കണ്ടന്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അഡ്വഞ്ചേഴ്സിനെ ബനിയൻ ട്രീ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഏരിയകളാണ് ഉള്ളത്. അതിൽ ഒന്ന് ബോയും സ്ക്യൂറലും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. എങ്ങനെ അവർ ഫ്രണ്ട്സായി? ആദ്യം അവർ ഫ്രണ്ട്സ് ആയിട്ടില്ല അല്ലേ? സ്ക്യൂറൽ ബോയോട് ഫ്രണ്ട് ആവാൻ തയ്യാറല്ലായിരുന്നു. പിന്നെ അവിടെ എങ്ങനെ ഫ്രണ്ട്സായി, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഡെവലപ്പായി, ആ ഒരു ഏരിയ. രണ്ടാമത്തെ ഏരിയ കോബ്ര മംഗൂസ് ഫൈറ്റാണ്. കോബ്രയും മംഗൂസ് നമ്മൾ ഫൈറ്റും, അവിടേക്ക് മൈനയും ജംഗിൾ ക്രോയും വരുന്നതും, അവസാനം ഈ ജംഗിൾ ക്രോ അതിലിടപെട്ട് ജംഗിൾ ക്രോ മരണപ്പെടുന്നു. പിന്നീട് ആ ഫൈറ്റിൽ മംഗൂസ് കോബ്രയെ പരാജയപ്പെടുത്തുന്നു, മംഗൂസ് കോബ്രയെ കൊല്ലുന്നു. അതൊക്കെ നമ്മൾ കാണുന്നു. ആ കോബ്ര മംഗൂസ് ഫൈറ്റ്. മൂന്നാമതായിട്ട് ദ സ്ട്രേഞ്ച് ഇൻസിഡൻറ്റ് ബിറ്റ്വീൻ വൈറ്റ് റാറ്റ് ആൻഡ് ഗ്രേ സ്ക്വിറൽ. വൈറ്റ് റാറ്റും ഗ്രേ സ്ക്വിറലും തമ്മിലുള്ള ആ ഒരു ഇൻസിഡൻറ്റ്. ഈ 3 പ്രധാനപ്പെട്ട ഏരിയകളാണ് ഒന്നാമത്തെ ചാപ്റ്ററിലുള്ളത്. ഈ ഏരിയകളിൽ നിന്നും, ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3 ഏരിയകളിൽ നിന്നും ഡയറി, ലെറ്റർ, നറേഷൻ, ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഡയറി, ലെറ്റർ, നറേഷൻ. ചിലപ്പോൾ നിങ്ങളോട് ആ ബോയ് എഴുതുന്ന ലെറ്റർ ആയിരിക്കും. അതൊരു പക്ഷേ കോബ്ര മംഗൂസ് ഫൈറ്റിനെ കുറിച്ചുള്ള ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ക്യൂറലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രേഞ്ച് ഇൻസിഡൻറ്റ് വൈറ്റ് റാറ്റും ഗ്രേ സ്ക്യൂറലും തമ്മിലുള്ള ആ ഒരു സ്ട്രേഞ്ച് ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെറ്റർ ആവാം. ഈ 3 കാര്യങ്ങളും നറേഷനായിട്ട് ചോദിക്കാം. ബോയ് ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആരോടെങ്കിലും നറേറ്റ് ചെയ്യുന്നതായിട്ട് ചോദിക്കാം. ഈ ബോയ് തന്നെ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഡയറി ആയിട്ട് എഴുതുന്നതായിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 ഏരിയകളും ഈ 3 കണ്ടന്റുകളും പഠിച്ചു നോക്കുക. ലെറ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ ലെറ്ററിൻ്റെ രൂപത്തിൽ എഴുതുക, ഡയറി ആണെങ്കിൽ ഡയറി രൂപത്തിൽ എഴുതുക, നറേഷൻ ആണെങ്കിൽ നറേഷൻ രൂപത്തിൽ എഴുതുക. അപ്പം ഇതാണ് നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന 3 ചോദ്യങ്ങൾ ആ പാഠഭാഗത്തിൽ നിന്നും. ഇതല്ലാതെ ഈ പാഠഭാഗത്തിൽ നിന്നും ഒരു റൈറ്റപ്പിന് സാധ്യതയുണ്ട്. ഓൾറെഡി മോഡൽ പരീക്ഷയ്ക്ക് ഒരു റൈറ്റപ്പ് ഈ ചാപ്റ്ററിൽ വന്നതാണ്. ഈ ചാപ്റ്ററിലെ എല്ലാ സംഭവങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റപ്പ് വന്നിട്ടുണ്ട്. ഇനി അതല്ലാതെ ഒരു റൈറ്റപ്പ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാനാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് നേച്ചർ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടും എങ്ങനെയാണ് മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിനെക്കുറിച്ചുമുള്ള റൈറ്റപ്പ് ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ക്യാരക്ടർ സ്കെച്ച് പോലെയുള്ള ചോദ്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് വരാനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം കാര്യമായിട്ട് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ ഒരു കോൺവെർസേഷൻ ഈ ബോയും ഗ്രാൻഡ് ഫാദറും തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 ഇൻസിഡൻസിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺവെർസേഷൻ വരാം. ചിലപ്പം വൈറ്റ് റാറ്റും ഗ്രേ സ്ക്വിറലും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഒരു കോൺവെർസേഷൻ ആവാം, അല്ലെങ്കിൽ കോബ്ര മംഗൂസ് ഫൈറ്റിനെ കുറിച്ചുള്ള കോൺവെർസേഷനും ആവാം. ഇനി അതുമല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവങ്ങൾ, ഗ്രേ സ്ക്വിറലുമായിട്ടുള്ള ബന്ധം, അവൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള കോൺവെർസേഷനും ഈ ചാപ്റ്ററിൽ നിന്ന് സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഇനി രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദി മിററിലേക്ക് പോവുകയാണ് എങ്കിൽ ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആ സ്നേക്ക് ആ റൂമിൽ ഇയാളുടെ ശരീരത്തിലേക്ക് വന്ന് വീണ ശേഷം നടക്കുന്ന സംഭവങ്ങളുണ്ട് അല്ലേ? അയാൾ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് സ്നേക്ക് വന്ന് വീഴുന്നതും സ്നേക്ക് വന്ന ശേഷം നടക്കുന്ന സംഭവങ്ങളും. ഈ ഒരു സംഭവം ബേസേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നറേഷൻ ചോദിക്കാം, ലെറ്റർ ചോദിക്കാം, ഡയറി ചോദിക്കാം, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നതായിട്ട് ഒരു കോൺവെർസേഷനും ചോദിക്കാം. ഈ 4-ലും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സെയിം കണ്ടന്റാണ്. സ്നേക്ക് വന്ന് വീഴുന്നു, പിന്നെ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, സ്നേക്ക് പിന്നെ മിറർ കാണുന്നു, മിററിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈ സംഭവങ്ങളാണ് നിങ്ങൾ ലെറ്റർ വന്നാലും ഡയറി വന്നാലും നറേഷൻ വന്നാലും കോൺവെർസേഷൻ വന്നാലും ഒക്കെ ഉൾപ്പെടുത്തേണ്ടത്. ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയയും അത് തന്നെയാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ആ ചാപ്റ്റർ നിങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം നമ്മുടെ ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചിന് വലിയ സാധ്യതയുണ്ട്. കാരണം അയാളുടെ ക്യാരക്ടർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അയാളുടെ സാമ്പത്തിക അവസ്ഥ എന്താണ്, അയാൾ എന്ത് ജോലി ചെയ്യുന്നു, അയാൾ ഇവിടെ ജീവിക്കുന്നു, അയാളുടെ ഡ്രീംസ് എന്തൊക്കെയാണ്, എല്ലാം ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അയാളുടെ ക്യാരക്ടർ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ക്യാരക്ടർ സ്കെച്ചിന് നല്ല സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് അത്. സോ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോമിയോപാത്ത് നല്ല സാധ്യതയുണ്ട്. പിന്നെ കഴിഞ്ഞ മോഡൽ എക്സാമിന് എനിക്ക് തോന്നുന്നത്
ഡയറി ആയിരുന്നു ചോദിച്ചത് ഈ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് ആ ഒരു ഡയറി വരാനുള്ള സാധ്യത കുറവാണ്. മേ ബി നറേഷനായിട്ടോ മറ്റോ ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ഏരിയ പറയുന്ന സ്നേക്ക് വന്ന ശേഷമുള്ള കാര്യങ്ങൾ ചോദിച്ചേക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ ഈ പാഠഭാഗത്തിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം ഈ നമ്മുടെ ഹോമിയോപ്പത്തിൻ്റെ വീട്ടിൽ ഒരു കള്ളം കയറുന്നുണ്ട്, ഒരു തീഫ് കയറിയിട്ട് ആ വീട്ടിലുള്ള എല്ലാ വാല്യുബിൾ തിങ്സും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മുഷിഞ്ഞ ബനിയൻ ഒഴികെ ബാക്കി എല്ലാം ഒരു തീഫ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഏറ്റവും അവസാനമാണ് ആ ഭാഗം പറയുന്നതില്ലേ. ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട് ചിലപ്പോൾ ഒരു കോൺവെർസേഷനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു ന്യൂസ് റിപ്പോർട്ട് വേണമെങ്കിൽ ചോദിക്കാം. ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ചിലപ്പോൾ ലെറ്റർ ചോദിക്കാം. അല്ലെങ്കിൽ വീട്ടിൽ കള്ളം കയറിയതിനെ കുറിച്ചിട്ട് നമ്മുടെ ഹോമിയോപ്പാത്ത് പോലീസിന് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ഫോമൽ ലെറ്റർ ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഏറ്റവും അവസാന ഭാഗമായിട്ടുള്ള വീട്ടിൽ തീഫ് കയറുന്ന ആ സംഭവം ഏതുണ്ട്. സോ ആ സംഭവം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കാരണം ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. മൂന്നാമത്തെ പാഠം ലൈൻസ് റിട്ടൺ ഇൻ എയർലി സ്പ്രിംഗ്. നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നത് അപ്രീസിയേഷൻ ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ്. കാരണം ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് അപ്രീസിയേഷൻ വന്നിരിക്കുന്നത് ലൈൻസ് റിട്ടൺ ഇൻ എയർലി സ്പ്രിംഗ് എന്ന പാഠഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് അപ്രീസിയേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നിങ്ങളത് നോക്കി വെക്കുക. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കുറച്ച് ലൈൻസ് കൊടുത്തിട്ട് അതിൽ നിന്നും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ചോദ്യമായിരിക്കാം വരികയാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് വരിക. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ ഫ്രെയിംസിലേക്ക് പോയാൽ ആദ്യത്തെ പാഠം പ്രൊജക്ട് ടൈഗറാണ്. പ്രൊജക്ട് ടൈഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് സ്കോപ്പുള്ള പാഠമാണ്. ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏരിയ എന്ന് പറയുന്നത് ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീന് തന്നെയാണ്. 2 തവണ സത്യജിത്രയെ ടൈഗറിനെ വെച്ചിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 ഇൻസിഡൻസും നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റർ ചോദിക്കാം, ഡയറി ചോദിക്കാം, നറേഷൻ ചോദിക്കാം. ലെറ്റർ ചോദിക്കാം, ഡയറി ചോദിക്കാം, നറേഷൻ ചോദിക്കാം. പിന്നെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമുക്കറിയാം ആദ്യം ഈ ടൈഗർ ക്യാമറയ്ക്ക് മുമ്പിൽ കുറേ ഡാൻസ് കളിക്കുന്നുണ്ട്. രണ്ടാമതാണ് ജനങ്ങളുടെ നേരെ ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂസ് റിപ്പോർട്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുള്ള ഒരു വ്യക്തി ഈ സംഭവങ്ങളെ മറ്റാരോടെങ്കിലും നറേറ്റ് ചെയ്യുന്നത് ചോദിക്കാം. സത്യജിത്രയെ തന്നെ നറേഷൻ ആവണമെന്നില്ല. ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുള്ള ഒരു വ്യക്തി ആ നടന്ന സംഭവങ്ങൾ ഡയറി ആയിട്ടോ ലെറ്ററായിട്ടോ നറേഷനായിട്ടോ പ്രസൻറ്റ് ചെയ്യുന്നത് ചോദിക്കാം. ഇനി തൊരാത്ത് ഈ സംഭവങ്ങൾ നറേഷനായിട്ടോ ലെറ്ററായിട്ടോ ഡയറി ആയിട്ടോ ഒക്കെ പറയുന്നത് എക്സാമിന് ചോദിച്ചേക്കാം. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ആ ഷൂട്ടിംഗ് സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഏത് രീതിയിൽ ചോദ്യം വന്നാലും ആ കണ്ടന്റുകൾ നിങ്ങൾ എഴുതി വെക്കുക. എഴുതുമ്പോൾ തൊരാത്താണെങ്കിൽ തൊരാത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എഴുതുക. ഷൂട്ടിംഗ് കാണാൻ വന്ന ഒരാളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അതേപോലെ എഴുതുക. സത്യജിത്രയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് എഴുതേണ്ടത്, അങ്ങനെ എഴുതി. ഇനി അതൊന്നുമല്ലാതെ നിങ്ങളോടാണ് എഴുതാൻ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സംഭവങ്ങൾ എഴുതി വെക്കുക. ആ ഭാഗത്ത് നിന്നൊരു ചോദ്യം ഉറപ്പാണ് എന്നുള്ളത് നിങ്ങൾ കാണണം. എന്തായാലും ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചോദ്യം വരാൻ നല്ല സാധ്യതയുണ്ട്. ഇനി ഈ ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിങ്ങിന് പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സത്യജിത്രയെ ആനിമൽ വെൽഫെയർ ബോർഡിൽ നിന്ന് കത്ത് ചോദ്യമായി വന്നേക്കാം. ഇനി മാനേജറുടെ അടുത്ത് സത്യജിത്രയെ പോകുന്നുണ്ട്. അവിടെ വെച്ച് നടക്കുന്ന ഒരു കോൺവെർസേഷൻ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. സത്യജിത്രയോട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞ മോഡൽ എക്സാം വന്നതാണ്, എന്തെങ്കിലും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ടൊരു ന്യൂസ് റിപ്പോർട്ട് വരുന്നത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയയാണ് ഒരു ഫസ്റ്റ് ഡിസ്നി സ്റ്റുഡിയോയിൽ ചെന്ന സമയത്ത് ഒരു ഡോഗിന് പകരം ഒരു മനുഷ്യൻ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുന്ന ഒരു സംഭവം സത്യജിത്രയെ കാണുകയും സത്യജിത്ര വളരെയധികം അതിൻ്റെ സംഭവത്തെക്കുറിച്ച് അത്ഭുതപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലേ. അത് അദ്ദേഹം പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻസ് അനിമൽ ആക്ടേഴ്സിന് സിനിമയിൽ കിട്ടുന്നുണ്ട്, ഹോളിവുഡ് സിനിമയിൽ കിട്ടുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സംഭവം അദ്ദേഹത്തിനെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു നറേഷനോ അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്ററോ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറിയോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. ചിലപ്പോൾ ആ സംഭവം എന്നിട്ട് ഒരു കോൺവെർസേഷനും ചോദിച്ചേക്കാം ഈ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്. ഇനി ഇതൊന്നുമല്ലാതെ ഈ ചാപ്റ്ററിൽ നിന്ന് വേറെയും ഒരുപാട് ചോദ്യങ്ങൾ സാധ്യതയുണ്ട്. അതിലൊന്ന് അനിമൽസിനെ സിനിമയിൽ ഉപയോഗിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും ചോദിച്ചേക്കാം. ഹോളിവുഡ് സിനിമയിൽ എങ്ങനെയാണ് അനിമൽസിനെ യൂസ് ചെയ്യുന്നത് ചോദിച്ചേക്കാം. ഹോളിവുഡ് സിനിമ എങ്ങനെ അനിമൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചോദിച്ചേക്കാം. ഇതൊന്നുമല്ലാതെ റൈറ്റപ്പ് ആയിട്ടോ നറേഷനായിട്ടോ ടോട്ടൽ ആ ഷൂട്ടിംഗ് സീൻ, ടൈഗറിനെ വെച്ചുള്ള ഷൂട്ടിംഗ് സീനും കാര്യങ്ങളും ചോദിച്ചേക്കാം. ഇതൊന്നുമല്ലാതെ അവസാനം ഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കറിയാം ക്യാമറ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. സത്യജിത്ര വളരെയധികം ദുഃഖിതനാവുന്നുണ്ട്. എല്ലാം റീഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ സത്യജിത്ര എഴുതുന്നൊരു ഡയറിക്ക് നല്ല സാധ്യതയുണ്ട്. ഈ സന്ദർഭത്തിൽ സത്യജിത്രയെ തൊരാത്തിനെ വിളിക്കുന്നതും ഫോണിലൂടെയുള്ള തൊരാത്തും സത്യജിത്രയും തമ്മിലൊരു കോൺവെർസേഷൻ ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ ഈ രീതിയിൽ നല്ല ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് പ്രൊജക്ട് ടൈഗർ. എല്ലാ ഏരിയകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ചാപ്റ്റർ നമ്മുടെ റൈറ്റപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അനിമൽസിനെ സിനിമയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും റൈറ്റപ്പ് ചോദിക്കുക. അല്ലെങ്കിൽ ടൈഗർ സീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം റൈറ്റപ്പായിട്ട് ചോദിച്ചേക്കാം. ഇനി അടുത്ത പാഠം മൈ സിസ്റ്റേഴ്സ് ഷൂ ആണ്. മൈ സിസ്റ്റേഴ്സ് ഷൂ
ഒരുപാട് ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് അലിയും സറയും തമ്മിലൊരു കോൺവെർസേഷനോ അല്ലെങ്കിൽ അലിയും ഫാദറും തമ്മിലൊരു കോൺവെർസേഷനോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ വെച്ച് ഷൂ നഷ്ടപ്പെടുന്ന ആ ഒരു ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ഡയറിയോ ലെറ്ററോ നറേഷനോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ കഴിയും. അതാണ് നിങ്ങൾ കാണേണ്ടത്. തൊട്ടടുത്ത് വരുന്നത് ഒരു സോങ് ആണ്, ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് സോങ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്രീസിയേഷനായിട്ടൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഒരു പാഠഭാഗമാണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുക, അതിൽ അപ്രീസിയേഷനും പഠിച്ചു വെക്കുക. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത് വരാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളെക്കുറിച്ചിട്ടാണ്, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. എന്ത് പഠിക്കുമ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണ്ട ഒരു കാര്യം, നിങ്ങൾ കണ്ടൻറ്റാണ് പഠിക്കേണ്ടത്. ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏരിയകളും കണ്ടൻറ്റും നിങ്ങൾ പഠിച്ചു വെക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം കൂടുതൽ ചോദ്യങ്ങളും വരിക. സോ ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വീണ്ടും കാണാം.